ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിംഗപ്പൂർ ഇന്ന് മൂന്നാമത്തെ ദിവസമാണേ. സിംഗപ്പൂർ വ്ളോഗിൻ്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊന്ന് പോയി നോക്കിയാൽ മതി. ഞാനവിടെ ലിങ്ക് കൊടുക്കാം. രാവിലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയതിനു ശേഷം റെഡി ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഞാനും ഏട്ടനും അരനേട്ടനും കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇവിടെ സ്റ്റേഷൻ എല്ലാതും തൊട്ടടുത്ത് തന്നെയാണ്, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണേ. ഇങ്ങനെ ഒരു ഫാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റേഷൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാനിവിടെ ഒരാളും തന്നെ ഫുഡ് ഐറ്റംസോ ഡ്രിങ്ക്സോ ഒന്നും തന്നെ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നതോ കുടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് സിംഗപ്പൂർ ഫ്ലയറിൻ്റെ അവിടേക്കാണേ. തലേ ദിവസം രാത്രി ഗാർഡൻസ് ബൈ ദ ബേഡ് അവിടേക്കൊക്കെ വന്നപ്പോൾ ഈ സിംഗപ്പൂർ ഫ്ലയറിൻ്റെ ദൂരം നിന്നുള്ളൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ലൈറ്റൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ രാവിലെ ഫ്ലയറിൻ്റെ ഉള്ളിൽ കയറാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് മഴ പെയ്യരുതെന്ന് മാത്രമായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് വന്നതും ഞങ്ങൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ. അരുണേട്ടൻ എന്തായാലും വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. അരുണേട്ടൻ ഇവിടെയൊക്കെ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളത് കാരണം ഇനി വന്നു കഴിഞ്ഞാൽ എന്തായാലും ബോറടിക്കും. അതുകൊണ്ട് ഞാനും ഏട്ടനും മാത്രമാണ് ഫ്ലയറിൽ കയറാൻ പോണത്. ഈ ഫ്ലയറിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സിബിഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കടന്നു പോയതിന് ശേഷമാണ് നമ്മൾ ക്യാപ്സ്യൂളിൻ്റെ അവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവരിങ്ങനെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നടന്ന് കാണാനൊക്കെ പറ്റും. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എല്ലാവർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയിട്ട് പോവാം. എനിക്ക് ത്രൂ ഔട്ട് ഇത്രയും സാധനങ്ങൾ കണ്ടതിൽ ഈ ഒരു ഇൻഫിനിറ്റി സ്പേസിൽ ഉണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ക്യാപ്സ്യൂളിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളുടെ ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലയറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരെടുത്ത് നിന്ന് കളക്ട് ചെയ്യാം. ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവരൊന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുള്ളൂ. അല്ലാതെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് വയസ്സായവർ അല്ലെങ്കിൽ ഉള്ളിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും അവരൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക. വേറെ വിസിറ്റേഴ്സ് അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എൻറ്റയർ ക്യാപ്സ്യൂൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പകൽ വെളിച്ചത്തിൽ സിംഗപ്പൂർ എങ്ങനെ ഉണ്ടായിരിക്കും കാണാൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്ലയറിൽ രാവിലെ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ ഫ്ലയറിൽ കയറിയിട്ടുണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസ് നല്ലതാണോ വേർത്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്സ് ഒട്ടും അറിയില്ല കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്കൊന്നും തോന്നിയില്ല. ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരുന്നത് 165 മീറ്റേഴ്സ് ആണേ. മെറീന ബേ സാൻഡ്സും ആർട്ട് സയൻസ് മ്യൂസിയം ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. എനിക്ക് തോന്നുന്നു ഈ മെറീന ബേ സാൻഡ്സും മൊത്തത്തിൽ എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു രാത്രി കാണുന്ന വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഫ്ലയറിന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ തന്നെ ഈ സൊവനിയറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഫോട്ടോ എടുത്തതുണ്ടല്ലോ അത് അവർ നമുക്ക് തരും. ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. അത് $50 ആയിരുന്നു. ഭയങ്കര കത്തിയായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് റാഫൽ സിറ്റിയിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് അരുണേട്ടൻ്റെ ഓഫീസ് ഉള്ളത്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ ഏട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചുറ്റിക്കറങ്ങി നോക്കാം. എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരുപാട് സാധനങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. എനിക്ക് പൊതുവേ ഈ മോൾസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ വെറുതെ വരാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. സാധനങ്ങൾ മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ കണ്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ക്രിസ്മസ് ടൈം ആവാറായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ക്രിസ്മസ് ഡെക്കറേഷൻസും പിന്നെ ഡെക്കോർ ഐറ്റംസും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അരുണേട്ടൻ്റെ ഓഫീസ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് പിന്നെ പോന്നു. ഞാനും ഏട്ടനും സിംഗപ്പൂർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അരുണേട്ടൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ ഞങ്ങൾക്ക് പരിചയത്തിലുള്ള ഒരു ചേട്ടനാണ്. ആ ഏട്ടൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ മീറ്റ് ചെയ്തത്. അങ്ങനെ ആ ഏട്ടനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ റാഫൽ സിറ്റിയിൽ നിന്ന് മെല്ലെ ഇറങ്ങി. ഇവിടെ നടന്നു പോണ വഴിയിലെല്ലാം അതും ഷോപ്പിംഗ് സെൻറ്റേഴ്സും മോൾസും ആയത് കാരണം നല്ല സുഖമാണ്. ഓരോ സ്ഥലത്തേക്ക് കയറി ഇറങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെറീന ബേ സാൻഡ്സ് കാണാൻ പറ്റും കേട്ടോ. അടുത്തത് ഞങ്ങൾ വന്നത് ക്യാപിറ്റോൾ സിംഗപ്പൂരിലേക്കാണ്.
ഈ ക്രിസ്മസ് ട്രീ ഭയങ്കര വലുതും കാണാനും നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അത്ര ഭംഗിയില്ലെങ്കിൽ നേരിട്ട് നല്ല അടിപൊളിയായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുനാൻ മോളിലേക്കാണ് കേട്ടോ വന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി സുഷിയാണ് കഴിക്കാൻ പ്ലാൻ. ഒത്തൻറ്റിക് ആയിട്ട് സുഷി എവിടെന്നെങ്കിലും കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടുന്ന് എന്തായാലും അത് കഴിച്ചു. അരുണേട്ടും പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് ശീലമുള്ളത് കാരണം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഷി എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്ന യാതൊരുവിധ നിർബന്ധമില്ല. ഇതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഇവിടുന്ന് പിന്നെ ലാസ്റ്റ് ഒരു മാംഗോ പുഡിങ്ങും ഒരു കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എന്തായാലും മോളിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. തായ്ലൻഡിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് വെച്ച് നോക്കുമ്പോൾ. ഇനി ഈ ദൂരിയൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ മേടിക്കൊന്നും ചെയ്തില്ല. മോളിൻ്റെ ഉള്ളിൽ തന്നെ ഡെൻ്റൽ സെൻറ്ററും ഒരു സ്കിൻ ക്ലിനിക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം മോളിൻ്റെ ഉള്ളിൽ തേരാപ്പാര നടന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സിംഗപ്പൂർ പാർലമെൻറ്റ്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഷോപ്പിംഗ് ആണ്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് തന്നെ പാക്ക് ചെയ്യണം. നെക്സ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ എവിടെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും മേടിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ടീ ബാഗ്സ്. പല ഫ്ലേവറിലുള്ള ടീ ബാഗ്സ് ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഒട്ടും ഹെക്റ്റിക് അല്ലാത്തൊരു ഡേ ആയിരുന്നു. അങ്ങനെ ചെറിയ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ലൈറ്റായിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എണീറ്റതും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നു. ബാംഗ്ലൂർക്ക് തിരിച്ച് പോവുകയാണ്. ബാംഗ്ലൂർ ടെർമിനൽ 2 പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ചങ്കി എയർപോർട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എയർപോർട്ടിലെ ലോഞ്ചിലേക്കാണ് വന്നത്. നമ്മളുടെ കയ്യിൽ പ്രയോറിറ്റി പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലോഞ്ചിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത ശേഷം ഫ്ലൈറ്റ് ടൈം ആയപ്പോൾ ഞങ്ങൾ കയറി. അങ്ങനെ കുറച്ച് ദിവസത്തെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.